കൊല്ലം ചടയമംഗലത്ത് വീട്ടുമുറ്റത്ത് നിന്ന് ചന്ദനമരം മോഷ്ടിച്ച് കടത്തി. തേവന്നൂർ പറമ്പിൽ മാധവക്കുറുപ്പിന്റെ വീടിന് മുന്നിൽ നിന്ന ചന്ദനമരമാണ് ഇന്ന് പുലർച്ചെ മോഷണം പോയത്. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും മോഷ്ടാക്കൾ തടിയുമായി കടന്നെന്ന് വീട്ടുകാർ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേർന്നുണ്ട്. മനോജ്, പോലീസ് ഇടപെട്ടിട്ടുണ്ടോ? എന്താണ് നിലവിലെ അന്വേഷണം? വിഷ്ണു, വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 2:30 ഇത്തരത്തിലൊരു മോഷണം നടക്കുന്നത്. മാധവക്കുറുപ്പും ഈ കുടുംബാംഗങ്ങളും വീട്ടിൽ ഈ സമയത്ത് ഉണ്ടായിരുന്നു. വീട്ടുകാർ ഉറങ്ങിയെന്നുറപ്പിച്ച മോഷ്ടാക്കളാണ് വീട്ടിലേക്ക് എത്തി ഈ ചന്ദനമരം മുറിച്ച് കടത്തിയത്. 30 വർഷം പഴക്കമുള്ള ചന്ദനമരമാണ് മോഷണം പോയിട്ടുള്ളത്. ഈ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്ന് ലൈറ്റ് ഇട്ടപ്പോഴേക്കും ഈ മരം മുറിച്ച് കടത്തിയിരുന്നു. തുടർന്ന് സമീപവാസികളെ വിവരമറിയിക്കുകയും ഒപ്പം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പോലീസ് എത്തി ഈ സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഈ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടുകാരെയും അതോടൊപ്പം തന്നെ ഈ സാഹചര്യവും മനസ്സിലാക്കിയ മോഷ്ടാക്കളാണ് ഇത്തരത്തിൽ ചന്ദനമരം മുറിച്ച് കടത്തിയിരിക്കുന്നത്. വീടിന് മുന്നിൽ തന്നെ കാലങ്ങളായി നിൽക്കുന്ന ചന്ദനമരമാണ്. അത് തന്നെയാണ് ഈ ഗൃഹനാഥനും വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ നിരീക്ഷണം നടത്തിയിട്ടുള്ള ആരോ ആണ് ഈ മരം മുറിച്ച് കടത്തിയിട്ടുള്ളത്. വാഹനമൊന്നും വന്ന ശബ്ദം കേട്ടിരുന്നില്ല. എന്തായാലും ഈ ഒരു ശബ്ദം മുറിക്കുന്ന കേട്ട ശേഷമാണ് ഈ വീട്ടുകാർ ഉണർന്ന് നോക്കിയപ്പോൾ ഈ മരം മോഷണം പോയതായി അറിഞ്ഞിട്ടുള്ളത്. വിഷ്ണു, ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.